2 വേരിയബിൾ ഫംഗ്ഷൻ എനിക്ക് ബേസിക്കലി എനിക്കൊരു സർഫസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ലെവൽ കർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സർഫസ്. ഇതാണ് z = 2 പ്ലെയിൻ. കണ്ടോ, z = 2. നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, നമ്മൾ ഇതിനെ ഗ്രേഡിയൻറ്റ് വെക്ടർ എന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് ഓഫ് z. ഈ 3 ഡയമെൻഷന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഈ ഫംഗ്ഷന്റെ ഈ കോൺസ്റ്റന്റ് റെപ്രസെന്റ് ലെവൽ കർവ്, ലെവൽ സർഫസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഈ 3 ഡയമെൻഷന്റെ കേസിൽ ഗ്രേഡിയന്റ് ഉണ്ട്. ഈ ഗ്രേഡിയന്റിന്റെ ഡയറക്ഷൻ അവിടുത്തെ സർഫസ് ലെവലുമായിട്ട് പെർപെൻഡിക്കുലർ ആണോ? യെസ്, ആണ്. നമുക്കത് ആക്ച്വലി പ്രൂവ് ചെയ്യാം. അതായത് കൺസർവേറ്റീവ് ഫോഴ്സസ്, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ചില ഫോഴ്സസ് ഉണ്ട്, ആ ഫോഴ്സ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് സ്പേസിൽ ഓരോ പോയിന്റ്സിലും നമുക്ക് വെക്ടർ അസോസിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ചായ ഇതിലേക്ക് ഒഴിക്കുന്നു, ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. ഡെമോൺസ്ട്രേഷൻ ആണല്ലേ? അതെ, അതാണ് ബേസിക്കലി ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഡെൽ ഡോട്ട് എഫിന് എനിക്കൊരു ഇന്റർപ്രിട്ടേഷൻ കിട്ടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലോക്കൽ ഔട്ട്വേർഡ് ഫ്ലോ പെർ യൂണിറ്റ് വോളിയം. വേറൊരു റിസൾട്ടാണ് ഡൈവേർജൻസ് ഓഫ് ബി = 0. സോ നമുക്ക് ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയണം. സപ്പോസ് ഇവിടുത്തെ കേൾ വെക്ടർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇതാണ് ആ കേൾ വെക്ടർ എന്ന് വെച്ചു. ഞാൻ ഇതിന്റെ മീനിങ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനത്തെ സിനാരിയോയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക്കലി സ്റ്റോക്സ് തിയറം. ഇതാണ് ആക്ച്വലി ഗോസ് തിയറം. ഹെമോൾസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. അതായത് ഈ കേൾ ഡൈവേർജൻസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ബിക്കോസ് ഇത് രണ്ടും അറിയാമെങ്കിൽ എനിക്ക് യൂണിക്കലി സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാക്സ്വെൽസ് ഇക്വേഷൻ. കൊള്ളാം. ഓക്കെ, കൊള്ളാലോ.